പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ TNA റെസ്ലിംഗിൻ്റെ ലൈവ് വീക്ക്ലി എപ്പിസോഡിൽ വമ്പൻ സർപ്രൈസുകൾ നടക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തേത് WWE മുൻ ടാഗ് ടീമായിരുന്ന ദി കൊളോൺസ്, പ്രീമോ, എപ്പിക് തുടങ്ങിയവരുടെ ഒരു TNA റെസ്ലിംഗിൻ്റെ ഡെബ്യൂ നമുക്കിന്ന് കാണാൻ സാധിച്ചു. കൂടാതെ ഇവരുടെ ഈ ഒരു ഡെബ്യൂ ഒരു വമ്പൻ താരത്തിൻ്റെ TNA റെസ്ലിംഗിൻ്റെ ഒരു ഡെബ്യൂയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. എലായസ് എന്ന് WWE അറിയപ്പെട്ടിരുന്ന താരം, മുൻ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ, അദ്ദേഹം ഇപ്പോൾ TNA റെസ്ലിംഗിൽ ഡെബ്യൂ ചെയ്തിരിക്കുന്നു. കൂടാതെ TNA റെസ്ലിംഗുമായിട്ട് ഒഫീഷ്യലി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരത്തിൽ എലായസും നിലവിലെ TNAയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോ ഹെൻറിയുടെയും ടീം വിജയിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു. വലിയൊരു സർപ്രൈസ് അതിനേക്കാൾ വലുത് നടന്നിട്ടുണ്ടായിരുന്നത് NXT ചാമ്പ്യനായ ഒബാഫെമിയുടെ TNAക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെബ്യൂ നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഒരു മത്സരത്തിന് ശേഷം ഹാർഡി ബോയ്സും ദ സിസ്റ്റം എന്ന് പറയുന്ന ഫാക്ഷനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയുണ്ടായി. അവിടെ ഹാർഡി ബോയ്സിനെ, ജെഫ് ഹാർഡിയെയും മാറ്റ് ഹാർഡിയെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒബാഫെമി വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ അടുത്ത TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി എപ്പിസോഡിലേക്ക് ഒരു 6-man ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ദി സിസ്റ്റം എന്ന് പറയുന്ന മൂസിൻ്റെ ഫാക്ഷനും ഒബാഫെമിയും ഹാർഡി ബോയ്സും തമ്മിലുള്ള ഒരു 6-man ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. TNA റെസ്ലിംഗുമായിട്ടുള്ള WWEയുടെ പാർട്ണർഷിപ്പ് വമ്പൻ സർപ്രൈസുകൾ NXT വീക്ക്ലി എപ്പിസോഡിനും TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി എപ്പിസോഡിനും കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഇപ്പോൾ 2 വീക്ക്ലി എപ്പിസോഡും മുന്നോട്ട് പോകുന്നത്. TNA ലൈവ് ആക്കിയപ്പോൾ വമ്പൻ സർപ്രൈസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത്, റെസ്ൽമേനിയ 41 സോളോ സിക്കോവ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള തലത്തിലുള്ള ഒരു വാർത്ത നിങ്ങളിൽ പല കൂട്ടുകാരും ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റൂമറുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ലിംഗ് ഒബ്സർവറുടെ പുതിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ 2 റെസ്ലേഴ്സിൽ ഒരു റെസ്ലറിന്, ആ റെസ്ലറുടെ പേര് പറയുന്നില്ല, ആ താരത്തിന് മറ്റ് പ്ലാനാണ് റെസ്ൽമേനിയ 41 ഉള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. റസൽ വോട്സിൻ്റെ പോഡ്കാസ്റ്റിലായിരുന്നു ഇന്നലെ സോളോ സിക്കോവ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മത്സരമാണ് റെസ്ൽമേനിയ 41 പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. ഈ മത്സരം റെസ്ൽമേനിയ 41 വരാനുള്ള കാരണം, നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ എപ്പിസോഡിലേക്ക് റോമനും സോളോയും തമ്മിലുള്ള സിംഗിൾസ് മത്സരം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ റെസ്ൽമേനിയ 41 റോമനും സോളോയും തമ്മിലുള്ള ഒരു മത്സരം നടത്താനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ആ മത്സരം റോയിലേക്ക് മാറിയത് കൊണ്ട് ആ ഒരു സ്റ്റോറി അവർ മാറ്റി സോളോ വേഴ്സസ് ജേക്കബ് ഫാറ്റു എന്നുള്ള ഒരു മത്സരം റെസ്ൽമേനിയയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടിനെ അപ്പാടെ തള്ളിക്കളയുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഡെയ്ൻ മെൽസർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യൂസ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോളോ സിക്കോവ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മത്സരം റെസ്ൽമേനിയ 41 നടക്കുമോ? അഭിപ്രായം, പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.